എല്ലാം നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. എല്ലാം നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. എന്നിൽ ഉയർത്തെന്നും എന്നിൽ ജീവിക്കുന്നു. എന്റെ മരണത്തെ ജയിച്ചവനെ. എന്നിൽ ഉയർത്തെന്നും എന്നിൽ ജീവിക്കുന്നു. എന്റെ മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എൻ യേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി. സൗഖ്യദായകൻ എൻ യേശു, അടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. എന്നിൽ ഉയർത്തെന്നും എന്നിൽ ജീവിക്കുന്നു. എന്റെ മരണത്തെ ജയിച്ചവനെ. എന്നിൽ ഉയർത്തെന്നും എന്നിൽ ജീവിക്കുന്നു. എന്റെ മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ.
യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടെ നീ യോഗ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ പാട്ട് പാടിയപ്പോൾ വെറുതെ അല്ല നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പാടിയത്. മിക്കവാറും വിശ്വാസികൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, എന്നെ ദൈവം നിത്യമായി സ്നേഹിച്ചിട്ടുണ്ട്. സ്തോത്രം. യശയ്യാപ്രവചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന് വാക്ക് പറഞ്ഞാൽ പിന്നെ മാറാൻ പറ്റില്ല. മാറിയാൽ പിന്നെ അവൻ ദൈവമല്ല. സ്തോത്രം. ഇതെല്ലാം നല്ലവണ്ണം ഉറയ്ക്കണം. ദൈവത്തെ ദൈവമാക്കുന്ന 5 സദ്ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു വ്യക്തിയും ദൈവമെന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ അവൻ നിത്യനായിരിക്കണം, ആദ്യനും അന്ത്യനായിരിക്കണം, സർവശക്തനായിരിക്കണം, സർവജ്ഞാനിയായിരിക്കണം, സർവവ്യാപിയും അനന്യനുമായിരിക്കണം. 6 കാര്യങ്ങൾ: സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, അനന്യൻ, നിത്യൻ. ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിത്വത്തിനെ ദൈവമെന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സദ്ഗുണങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുണ്ട്. നമ്മൾ അനേക വാക്യങ്ങൾ എടുക്കാൻ സാധിക്കും. സ്തോത്രം. ഞാനിപ്പോൾ പോകുന്നില്ല. എന്നിട്ട് അവനാണ് നമ്മൾ നിത്യമായി സ്നേഹിച്ചിട്ട്, നാം അവനെ സ്നേഹിച്ചതല്ല, ആരംഭം അവനിൽ നിന്നാണ്. തിരുനിണത്താൽ വീണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ പാപം നമ്മുടെ മേൽ വരുത്തി വച്ചതായ മരണം, ഏക മനുഷ്യനാൽ പാപം, പാപത്താൽ മരണവും. ആ മരണത്തെ ജയിപ്പാൻ വേറൊരു സൊല്യൂഷനും ഇല്ല. സൃഷ്ടിതാവായ ദൈവം തന്നെ നമ്മെപ്പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും പാപത്തിന് ശിക്ഷയാകുന്ന മരണത്തെ അവൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് സ്വമേധയാ, പിതാവിൻ്റെ നിർബന്ധത്താലല്ല, സ്വമേധയാ ഏറ്റെടുത്ത് ദൈവനീതി വിധിച്ച ശിക്ഷയ്ക്ക് ഇളവ് വരുത്തുവാൻ, നീക്കുവാൻ തക്കവണ്ണം അവൻ ക്രൂശിലേക്ക് നടന്നു കയറുകയാണ്. സ്വമേധയാ അവൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ പ്രാണനും ആത്മാവും, ദുഷ്ടന്മാരായ മനുഷ്യരുടെ ആത്മാവും പ്രാണനുമായി കഷ്ടമനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി കഷ്ടമനുഭവിച്ചു, മരണമനുഭവിച്ചു. അല്പസമയത്തേക്ക് നാം കൈവിട്ടു പോകേണ്ട സ്ഥാനത്ത് അല്പസമയത്തേക്ക് കൈവിട്ടു. 16 സങ്കീർത്തനം 10 വാക്യം, 18 സങ്കീർത്തനം 3 തുടങ്ങി 6 വരെ വാക്യങ്ങൾ, എബ്രായലേഖനം 5 അധ്യായത്തിൻ്റെ 7 വാക്യം, ഇതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല വിദ്വാൻമാരായ ശ്രേഷ്ഠന്മാരെന്ന് ക്ലെയിം ചെയ്യുന്നവർ ഇത് അംഗീകരിക്കില്ല. പക്ഷേ ദൈവവചനത്തിന് സത്യം അതാണ്. അത് നടന്നിട്ടില്ലെങ്കിൽ ദൈവവചനം ബോഷ്കാണ്. നാം വിശ്വസിക്കുന്നത് ആവശ്യമില്ല. നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് നടക്കില്ല. നമ്മുടെ സോള് പോയി കഷ്ടം അനുഭവിക്കേണ്ട സ്ഥലത്ത് പാതാളത്തിൽ അവൻ്റെ പ്രാണനും ആത്മാവ് പോയി കഷ്ടം അനുഭവിച്ചിട്ടില്ലെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് ദൈവദൂഷണമാണ്. ഇത് സൈറ്റാനിക്കാണ്. ശ്രേഷ്ഠന്മാരെന്ന് ക്ലെയിം ചെയ്യുന്ന പലരും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഖണ്ഡിക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ എന്നിൽ ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തികൾ, ഇപ്പം ലൈവായിട്ട് കേൾക്കുകയോ ഇനി യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവരോട് പറയുകയാണ്, നിന്റെ വ്യക്തിപരമായ പാപം പോലെ നിന്നിൽ ഭരണം നടത്തുന്ന മരണത്തെ ജയിപ്പാൻ തക്കവണ്ണം നിനക്ക് പകരമായി മരിച്ചവൻ നിന്നിൽ ഉയർത്തെഴുന്നേൽക്കണം. നീ എപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നു, വെറുതെ നാവുകൊണ്ട് പറയലല്ല, എന്നിൽ എൻ്റെ വ്യക്തിപരമായ പാപം മുഖാന്തരം മരണം വാഴുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നീ ഇതിനെ ജയിപ്പാൻ വേറെ ഒരു മാർഗത്താലും സാധ്യമല്ല. പരിശുദ്ധാത്മാവാണ് അത് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ പലരും ശ്രമിച്ചു നോക്കും, അവിടെ എങ്ങും നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല. ആ ന്യായവിധിയുടെ ഭയാനകത നമ്മളിന്ന് മാറുകയില്ല. അങ്ങനെ നാം സറണ്ടർ ചെയ്യും, മരണമല്ലാതെ വേറെ വഴിയില്ല. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിനകത്ത്, നമ്മുടെ മനസ്സാക്ഷിയിൽ, നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിൽ, ആ മരിച്ചിരിക്കുന്ന ഹ്യൂമൻ സ്പിരിറ്റിനെ ഉണർത്തത്തക്ക വേണം ആ പുനരുദ്ധാര ശക്തി വെളിപ്പെടുത്തുന്നതും നാം വീണ്ടും ജീവിക്കുന്നു. അതാണ് പറയുന്നത്. തിരുനീളത്താൽ എന്നെ വീണ്ടെടുത്തു, ഉയർത്ത്, എന്നിൽ ഉയർത്ത്.
എന്നിൽ ജീവിക്കുന്നു, എൻ്റെ മരണത്തെ ജയിച്ചവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇതാണ് വിശ്വാസ ജീവിതം. അവൻ മാറില്ല. അവൻ നിത്യമായി സ്നേഹിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. ഏതൊരു വിശ്വാസിയും ധൈര്യപ്പെടുത്താൻ പറയാണ്, ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. നിങ്ങളുടെ വീടിന് ചുമരിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. നിത്യമായിട്ട് എന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. തിരുനിണം കൊടുത്തുകൊണ്ട് ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് പാപ പരിഹാരമായി തീർന്ന് തന്റെ പാപമില്ലാത്ത രക്തം ഊറ്റിക്കൊടുത്തുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റതിനെ സ്ഥിരീകരിച്ചു. എന്നെ വീണ്ടെടുത്തു, പാപത്തിന് അടിമത്തുനിന്ന് പിന്നെ വീണ്ടെടുത്തു. എന്നിൽ വാണിരുന്ന മരണത്തെ ജയിപ്പതൊക്കെ വേണം അവൻ ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ എന്നിലും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ജീവിക്കുന്നു. ഇനി ആ ജീവിക്കുന്നവൻ നമുക്ക് ഏത് സമയത്ത് അവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തണമോ, അവന്റെ അധികാരത്തെ വെളിപ്പെടുത്തണമോ, നമ്മളിൽ കൂടെ അത് വെളിപ്പെടുത്തും. മരണം നമ്മുടെ മുഖാമുഖം വന്നാൽ മരണത്തെ ജയിച്ചവനായി അവൻ നമ്മൾ വെളിപ്പെടും. മരണം വിരണ്ടു പോകും. നമ്മുടെ നീതി കൊണ്ടല്ല, ക്രൂശിൽ അവൻ നിവർത്തിച്ച നീതി മുഖാന്തരം. നാം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത് ആസ്വദിച്ചുകൊണ്ടിരുന്ന പാപത്തിന്റെ ടെംപ്ടേഷൻ നമ്മുടെ മുമ്പിൽ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രാണൻ അതിനോട് മോഹമുണ്ടാവും. അപ്പോൾ യേശു എന്ന റിലേഷൻ, അതായത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. നമ്മൾ വാഴുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് യേശു എന്ന റിലേഷനിൽ ആ ടെംപ്ടേഷൻ നമ്മൾ ഓവർകം ചെയ്യുന്നതൊക്കെ നമ്മെ സഹായിക്കും. ഇങ്ങനെ ക്രിസ്തുമായിട്ട് അനേക ബന്ധങ്ങൾ നമുക്കുണ്ട്. ഞാൻ ഇതിൻ്റെ അടിയിൽ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 2 മലയാളത്തിൻ്റെ ബുക്കുണ്ട്. അതിന് ഹാർഡ് കോപ്പി ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അയച്ചു തരാം. അല്ല, ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ സോഫ്റ്റ് കോപ്പിയുള്ള PDF ഫോർമാറ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. സംശയമുള്ളവർക്ക് എന്നെ വിളിക്കാം. ഫിസിക്കൽ കോപ്പി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനോട് ഞാൻ പറയുകയാണ്, നിന്നെ നിത്യമായിട്ടാണ് സ്നേഹിച്ചിരിക്കുന്നത്. നീ മാറിയാൽ അവൻ മാറുകയില്ല. നിന്നെ വീണ്ടെടുത്തു കഴിഞ്ഞു. നിന്നിൽ വാണിരുന്ന മരണത്തെ ജയിപ്പതൊക്കെ ഇവിടെ നിന്നിൽ ഉയർത്തുന്നിട്ട് അവ സ്വർഗത്തിൽ ഭൂമി സകല അധികാരമുള്ളവനായി മഹിമയുടെ വലത്തുഭാഗത്ത് വാഴുന്നത് പോലെ തന്നെ നിന്നിലും വാഴുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് അവനുമായിട്ട് ഒന്നായി പോകുന്നതാണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഇതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ന് ആരെങ്കിലും ഇങ്ങനെ അനുഭവത്തിൽ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, നമ്മൾ വരെ തിയറി കുറെ പഠിച്ചിട്ട് ഇപ്പോൾ ടാബർനാക്കളെ കുറിച്ച് കൊണ്ടും പൊന്നിനെ കുറിച്ച് കൊണ്ടും വെള്ളിയെ കുറിച്ച് കൊണ്ടും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനപ്പെടുകയാണ്. ഇത് ഉറയ്ക്കാം. ഞാനിത് അനുഭവിച്ചാ പറയുന്നത്. എന്നും ഇത് അനുഭവിച്ച് ഈ പാട്ട് പാടാൻ എനിക്ക് പ്രേരണ തന്നതും ഞാൻ അനുഭവിച്ചിട്ടാണ് പാടുന്നത്. ഞാൻ പറയുമ്പോൾ എന്നിൽ ഉയർത്ത്, എന്നിൽ ജീവിക്കുന്നു, എൻ്റെ മരണത്തെ ജയിച്ചവരെ എന്ന് ഞാൻ പാടുന്നത് അനുഭവിച്ചുകൊണ്ടാണ്. ആർക്കെങ്കിലും അനുഭവം ഇല്ലെങ്കിൽ പറയാ, കർത്താവ് എനിക്ക് അനുഭവമില്ല. ഇപ്പോൾ ഈസ് റെഡി നൗ. ഞാൻ വചനത്തിന് അപ്പുറമായിട്ടല്ല പറയുന്നത്. തൽസമയത്ത് കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിലേക്ക് തൽസമയത്ത്, പിന്നീടല്ല, തൽസമയത്ത്. ഗ്രേസ്. നിനക്ക് യോഗ്യതയില്ല, നിന്റെ നീതി പ്രവൃത്തിയല്ല, നിന്റെ സ്നേഹം, നിന്റെ വിശ്വാസം, നിന്റെ ഭക്തിയോ, നിന്റെ പ്രാർത്ഥനകൾ ഒന്നുമല്ല. ഇറ്റ്സ് എ ഗ്രേസ്, അൺമെറിറ്റഡ് ഫേവർ. യോഗ്യതയില്ലാത്ത, അർഹതയില്ലാത്ത ഫേവർ. ജസ്റ്റ് റിസീവ് ഹിം. അപ്പോൾ നിനക്കറിയാം, തുടർന്നുള്ള ജീവിതത്തിൽ അറിയാം, എൻ്റേതല്ലാത്തൊരു ശക്തി എന്നെ വ്യാപരിക്കുന്നത്, എൻ്റേതല്ലാത്തൊരു ജ്ഞാനം എന്നെ വ്യാപരിക്കുന്നുണ്ട്. ഏത് പ്രതികൂലം വന്നാലും ദാവീദിനെ പോലെ മറ്റ് സങ്കീർത്തനക്കാരെപ്പോഴും പറയാം, ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങി വന്നാലും ഞാൻ ദുർബലനായിരിക്കും. യഹോവ എൻ്റെ ഇടയിൽ. നമുക്കും പറയാൻ സാധിക്കും. ഇതാ വിശ്വാസ ജീവിതം. ഇന്നെന്ത് ബുദ്ധിമുട്ടുള്ളത്? കമോൺ. ഇന്നുവരെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, ഇന്നുവരെ നിങ്ങളത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ജസ്റ്റ് ദിസ് മൂവ്മെന്റ് ഓൺവേഴ്സ്, ജസ്റ്റ് ബിലീവ്, അക്സെപ്റ്റ്. യെസ്, എന്നിൽ മരണമാണിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ടെംപ്ടേഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ടെംപ്ടേഷൻ, എന്ത് തിരമാല കവിഞ്ഞു വന്നാലും നിന്നിൽ വാഴുന്ന ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും എന്ത് ചെയ്യുവാൻ അധികാരമുള്ളവൻ നിന്നിൽ വാഴും. നിന്നിൽ മാത്രമല്ല, നിന്നിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും ഭരണം നടത്തും. അതിശയോക്തിയല്ല, ഞാൻ അനുഭവിക്കുന്നുണ്ട്. രാജാക്കന്മാരെ അവൻ വേണമെങ്കിൽ മാറ്റും. ഭൂരാജാക്കന്മാരെ അവർ മാറ്റും. പ്രകൃതി അവൻ നിയന്ത്രിക്കും. നിന്നിൽ കൂടെ നിയന്ത്രിക്കും, നിനക്ക് അനുകൂലമാക്കാൻ. പക്ഷെ നിന്നെ എന്തിനാണെന്നറിയുമോ? അവനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിരുവാൻ. ഇത് വിശ്വാസം ഉറപ്പിക്കുക. ഈ പാട്ട് ഞാൻ ഓഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കിട്ട് പാടാ, കൂട്ട് പാടി. ഈ ബാക്കി വീണ്ടും പാടാ. എന്നെ നിത്യമായി സ്നേഹിച്ചതാണ്, തിരുനിണ്ണത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട. ഇനി അവൻ്റെ ഇത് തിരിച്ചു വാങ്ങാൻ ഒരുത്തനുമില്ല.
എന്നിൽ വാണിരുന്ന മരണത്തെ ജയിക്കത്തക്കവണ്ണം എന്നിൽ ഉയർത്തെന്ന് വെച്ച് എന്നിൽ എന്നേക്കും ജീവിക്കുന്നുണ്ട്. അവനെ ഞാൻ ആരാധിക്കുന്നത്, അവനെ ഞാൻ അനുസരിക്കും. And he is my Lord, he is my Savior, he is my salvation, he is my redemption, he is my wisdom. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ അധികം ക്ലാസ്സിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം സ്തോത്രം. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില നാളുകളായിട്ട് ക്രിസ്തുവും അവൻ്റെ ശരീരമാകുന്ന സഭയുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് അതിന് കാര്യങ്ങൾ മനസ്സിലാക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ എവിടെയാണ് ആരാധനകളുടെ ഉള്ളിൽ വസിക്കുന്നത്? വളരെ കൂളായിട്ടാണ് നിങ്ങളെ നടത്തുന്നത്. ആ ലൂസിഫർ സംഘത്തെ ശിക്ഷ വിധിച്ചവൻ, ആദാം പാപം ചെയ്തപ്പോൾ ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സന്ധ്യാദി സമയത്ത് ഏതൻ തോട്ടത്തിൽ കടന്നു വന്നവൻ, മാമരുടെ തോപ്പിൽ കടന്നു വന്നവൻ, മോശയ്ക്ക് മരുഭൂമിയിൽ സീനാമലയിൽ വെളിപ്പെട്ടപ്പോൾ മോശ അങ്ങ് അടുത്ത് ചെന്നപ്പോൾ നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ദൈവ സാന്നിധ്യമാണ് അവിടെയുള്ളത്. ഒരുവൻ മാത്രമേ വിശുദ്ധനുള്ളൂ, ദൈവം മാത്രം. അവൻ നിൽക്കുന്ന സ്ഥലമാണ് വിശുദ്ധം. അതുകൊണ്ട് നീ വിശുദ്ധൻ. നിന്റെ ഗുണം കൊണ്ടല്ല, ഈ ക്രിസ്തു നെല്ല് വസിച്ച നീ വിശുദ്ധനാ. പുണ്യാൾമാരോ പുണ്യവാഴ്ത്തികളല്ല വിശുദ്ധന്മാർ. ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന് വസിക്കുന്നവനാണ് വിശുദ്ധൻ. പിന്നെ നിന്റെ രോഗമാകട്ടെ, നിന്റെ ക്ഷീണമാകട്ടെ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, നിന്റെ എന്തും തന്നെ അവനാണ് നിയന്ത്രിക്കുന്നത്. ജസ്റ്റ് ഹാൻഡ് ഇറ്റ് ഓവർ. നിന്റെ തലമുറകളെ നിന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട്, നിത്യ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നത്. ഈ ബന്ധത്തിലേക്ക് നമ്മൾ അടുത്തു വരണമെങ്കിൽ ഇനി പതറരുത്. ശത്രു പല പല തീമ്പുകളും കൊണ്ടിടും. ഗോ അവേ. എൻ്റെ നീതി കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, എന്നിൽ ഉയർത്തെന്നിട്ട് എൻ്റെ മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെന്നിട്ട് നിത്യമായി സ്വർഗത്തിനു ഭൂമി സകല അധികാരമുള്ളവനാണ് എന്നിൽ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ശരിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പൊന്നിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കത്തി കുത്തി കയറുന്നത് പോലെ തോന്നും. ഇങ്ങനെ എന്താ ഈ പറയുന്നത്, ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ എന്ന്. ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ഇന്ന് ഗതിരമരത്തെ വെട്ടിക്കൊണ്ടുവന്ന് സ്തോത്രം, ഈ പിക്ചർ നിങ്ങൾ നോക്കണം. സ്തോത്രം, ഗതിരമരത്തെ വെട്ടിക്കൊണ്ടുവന്ന് അതിന് പൊന്നുകൊണ്ട് പൊതിയ. പൊന്നെന്ന് പറഞ്ഞ ആരാ? ക്രിസ്തു തന്നെ. പറഞ്ഞല്ലോ, എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെഴുന്നേറ്റ്, വെറുതെ അല്ല, ഉയർത്തെഴുന്നേറ്റ്, എന്നിൽ ഉയർത്തെഴുന്നേറ്റ് എന്നിൽ നിത്യമായി ജീവിക്കുന്നു. അതാണ് ഈ പൊന്ന്. ആ പൊന്നു കൊണ്ട് അങ്ങ് കവർ ചെയ്യുക. സ്തോത്രം. അതിൽ അവൻ നിർത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലം ചേരുന്നിടത്ത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് മാത്രം കടന്നു ചെയ്യുന്ന സ്ഥലമാണ്. ഇസ്രായേൽ ഒറ്റ ആൾക്കാർ ഇത് കണ്ടിട്ടില്ല. പുരോഹിതന്മാർ മാത്രം. അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നിടത്ത് അഹരോന് മാത്രം, അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരെ ശുശ്രൂഷ ചെയ്തവർക്ക് മാത്രം. നമുക്ക് ഇന്ന് ആ തിരശ്ശീല കീറിയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗ്യം തന്നിരിക്കുക, കൃപ തന്നിരിക്കുക. പഴയ നിയമത്തിലെ പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരും ആഗ്രഹിച്ച ആ അനുഭവമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഫ്രീ. സ്തോത്രം. ഹല്ലേലൂയ. ആ നിർത്തിയിരിക്കുന്നത് അരശേക്കൽ വെള്ളിയെ കുറിച്ചുകൂടെ അല്പം ചിന്തിച്ച ശേഷം നമുക്ക് പെട്ടെന്ന് നിർത്താം. ഞാൻ പറയാനുള്ള വലിയ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. നിത്യസ്നേഹം കൊണ്ട് എന്നെ സ്നേഹിച്ചിരിക്കുന്നത്, എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെന്നിട്ട് എന്നിൽ ജീവിക്കുന്നു. ഇത് ധൈര്യമായിട്ട് പറയാം. എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, എൻ്റെ ഗുണം കൊണ്ടല്ല. ഈ ലവ്ഡ് മീ ഫസ്റ്റ്. ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, ഞാൻ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടല്ല. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ഹി ലവ്സ് മീ, ഹി സ്റ്റാർട്ടഡ് ഗുഡ് വർക്ക് ഇൻ മീ. അവനാണ് എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചത്, അത് അവസാനത്തോടെ നിവർത്തിക്കും. അവൻ എന്നെ വീഴാതെ അവനെ കാക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ധൈര്യമായിട്ട്. അനുഭവിക്കണം. സ്തോത്രം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വെള്ളിയുടെ കാര്യം എടുത്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. കർത്താവ് കൃപ തരട്ടെ. പെട്ടെന്ന് പോകുക. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എടുക്കുക. പുറപ്പാട് 30-ാം അധ്യായം 13-ാം വാക്യം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവരും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അരശേക്കൽ കൊടുക്കണം. അരശേക്കൽ എന്നത് 20 ഗേര. ആ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ. ഇപ്പൊ പഴയ നിയമത്തിലെ പ്രായശ്ചിത്തം എന്താണ്? അരശേക്കൽ വെള്ളി. നമ്മുടെ പ്രായശ്ചിത്തം എന്താ? ഇപ്പൊ നമ്മൾ പാട്ട് പാടിയതുപോലെ
യേശു ക്രിസ്തുവിന്റെ രക്തം തിരുനിണത്താൽ വീണ്ടെടുത്തു. അപ്പൊ പഴയ നിയമത്തില് നിങ്ങളുടെ ജീവന് പ്രായശ്ചിത്തം കഴിപ്പാൽ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കൽ അധികം കൊടുക്കരുത്, ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും വരുത്. അപ്പൊ യേശുവിന്റെ രക്തം വിശ്വസിക്കുന്ന ഏവരും, ധനവാനായാലും ദരിദ്രനായാലും സ്ത്രീ ആയാലും പുരുഷനായാലും പാസ്റ്റർ ആയാലും സെൻട്രൽ പാസ്റ്റർ ആയാലും ഏറ്റവും പാപം പിടിച്ച് ചട്ടക്കൂടി കിടക്കുന്നവനായാലും ഒരേ വാല്യൂ തന്നെ. ആരെങ്കിലും അതിൽ കൂടുതൽ പറഞ്ഞാൽ അത് അവന് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്, റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു ദരിദ്രനായ പാവപ്പെട്ട ഒരു ദരിദ്രനായ വിശ്വാസികൾ, ഞാൻ ഡോക്ടറേറ്റ് പഠിച്ചവനാണ്, ഞാൻ 5 കോടിയുടെ കാറിലാണ് വരുന്നതിന് ചിന്തിച്ച ഫൂളിഷ്നെസ്. നിന്റെ വില അവന്റെ വില അരശേക്കൽ വെള്ളിയുള്ള യേശുവിന്റെ രക്തമാണ്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കണം. ഈ അരശേക്കൽ വെള്ളിയിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഈ കാലത്ത് താഴെ കാണുന്ന ലൈനായിട്ട് കാണുന്ന ചൂട് ഇവിടെ സ്കെച്ച് കാണുന്നുണ്ടല്ലോ. രണ്ട് പലകയുടെയും ഇടയിൽ 2 ചുവടാ. ഇതിന് 5 അന്താഴങ്ങൾ എന്ന് പറയുന്നതിന് ബാർ ഇട്ടിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം അകത്തൂടെ കയറി പോകുന്നതാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ കൂടെ. ഇതാണ് 5 വിധ ശുശ്രൂഷകള്. അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, പാസ്റ്റർ, ഉപദേഷ്ടാവ്. വീണ്ടും പറയാം, അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ഈ ഉപദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഇത് ഉറച്ചാൽ, എന്നെ വീണ്ടെടുത്തത് എന്റെ ഗുണം കൊണ്ടല്ല, എന്റെ പാരമ്പര്യം കൊണ്ടല്ല, ഞാൻ വചനം വായിക്കുന്നത് കൊണ്ടല്ല, ഞാൻ വിശ്വസിച്ചത് കൊണ്ടല്ല, യേശു ക്രിസ്തു എനിക്ക് പകരമായിട്ട് പ്രായശ്ചിത്തമായി തീർന്നു. ആ രക്തത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത്. പിന്നെ ആർക്കും നമ്മുടെ മേലെ അവകാശം പറയാനുള്ളത്? നമ്മൾ പാടിപ്പാട്ട് തിരുനിണത്താൽ വീണ്ടെടുത്തു. പഴയ നിയമത്തിൽ അവരായിരുന്നു അരശേക്കൽ വെള്ളിയായിരുന്നു. അപ്പൊ ഈ വെള്ളിയുടെ ഒരു ഉപയോഗം ഈ നിവരം നിൽക്കുന്ന വിശ്വാസി, ക്രിസ്തുവിൽ ആശ്വസിക്കുന്ന വിശ്വാസിയെ നേരെ നിലനിർത്താൻ. ശത്രുവിന്റെ ഭീഷണത്തിന്റെ കാറ്റ് വന്നാലും തെറ്റായ ഉപദേഷ്ടങ്ങൾ വന്നാലും ഈ അരശേക്കൽ ഇത് മാറുന്നില്ലെങ്കിൽ നിങ്ങളെ ജഡത്തിലേക്ക് വലിച്ചിടാൽ, ഗലാത്യ സഭയ്ക്ക് സംഭവിച്ചതുപോലെ ക്രിസ്തുവിലെ വിശ്വാസത്തെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്ന വിശ്വസിച്ച ഗലാത്യ സഭയെ അതെല്ലാം അല്പം മോശയുടെ ന്യായപ്രമാണം കൂടി ആചരിച്ചാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വന്നവരെന്താ ഈ അരശേക്കൽ വെള്ളി ഇത് വലിച്ചിടാൻ നോക്കായിരുന്നു. ഇതുപോലെ അനേക വ്യാഖ്യാ ഉപദേഷ്ടക്കന്മാർ പെന്തിക്കോസ്തിലുണ്ട്, സേറ്റാനിക് അഭിഷേകം പ്രാപിച്ചവർ. ഇതിനൊന്നും ചെവി കൊടുക്കാതെ എന്നെ വീണ്ടെടുത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് തിരു രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്ത് എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തെഴുന്നേറ്റ് എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവാണ് ധൈര്യമായിട്ട് പറയാൻ പറ്റണം. ഇത് പറഞ്ഞാണ്ടല്ലോ ഭൂലോകം വിറയ്ക്കും, കടന്ന് സേറ്റാനിക് കിങ്ഡം വിറയ്ക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ വെള്ളിയുടെ ഒരു ഉപയോഗം അതാണ്. സ്തോത്രം. മറ്റൊന്നാണ് കാഹളം ഉണ്ടാക്കുക. സുവിശേഷം എന്ന കാഹളം. യെശയ്യാ പ്രവചനം 58:1 തുടങ്ങിയാണ് ഞാനിവിടെ വായിക്കുന്നത്. ഐസയ്യാ ചാപ്റ്റർ 58:1 തുടങ്ങി. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. അപ്പൊ ഈ കാഹളം ഉണ്ടാക്കുന്നതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ സംഖ്യാപുസ്തകം 10-ാം അധ്യായമാണ്. ഞാനിവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവൻ നിനക്ക് സഭയെ വിളിച്ചുകൂട്ടുവാനും, സുവിശേഷം എന്ന കാഹളം സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കാനും. അപ്പൊ ഈ സുവിശേഷം എന്ന കാഹളം കൊണ്ടാണ് നിങ്ങളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് വിളിച്ചു കൂട്ടുന്ന. ഇനി ഒരു കാഹളം കേൾക്കും മധ്യാകാശത്ത്. ആ കൂടി വന്നവര് കാഹളം, സുവിശേഷം എന്ന കാഹളം കേട്ട് ക്രിസ്തു എന്ന ശരീരത്തിലേക്ക് കൂടി വരുന്നവർ മാത്രമേ കാഹളം കേൾക്കുകയുള്ളൂ, അവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. അപ്പൊ ഈ കാഹളം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്, മേക്ക് 2 silver trumpets for yourself, you shall make them of hammered work. ഒറ്റ പീസിൽ നിന്ന് അടിച്ചടിച്ചടിച്ച് ഈ കാഹളം കണ്ടോ, അടിച്ച പണി അടിപ്പ് പണിയായി. ഹാമർ കൊണ്ട് അടിച്ചടിച്ച് കാഹളമാക്കണം. 2 പീസ് എടുത്താൽ അതിനകത്ത് കലർപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സുവിശേഷം പറയുന്നവർ ഈ വെള്ളി കൊണ്ടല്ലാത്തത് കൊണ്ട് പറഞ്ഞാൽ, അതായത് ഈ വീണ്ടെടുപ്പ് അരശേക്കലിന് യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള രക്ഷ അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഭൗതികമായ സുവിശേഷങ്ങളോ നിങ്ങളുടെ ഭൗതിക അനുഗ്രഹങ്ങൾ കഷ്ടതകൾ മാറുമെന്നോ ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ വ്യാജമായാൽ
ദൈവരാജ്യത്തിലേക്കല്ല പ്രവേശിക്കുന്നത്, സേറ്റാനിക് കിങ്ഡത്തിലേക്കാണ്. ദൈവം ലോകത്തെ ക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിക്കുന്നതാണ് സുവിശേഷ വേല. അതിനാണ് ഈ വെള്ളിക്കാകളം, കലർപ്പില്ലാത്ത സുവിശേഷം. ഇതിനെവിടെയെങ്കിലും കലർപ്പ് വരുത്തിയാൽ അത് ആംബർ വർക്ക് അല്ല, അടിച്ചു പരത്തി ഉണ്ടാക്കുന്നതല്ല. 2-3 കൊണ്ട് മനോഹരമായിട്ട് വേണമെങ്കിൽ ഉരുക്കി ഉണ്ടാക്കാം. അപ്പൊ ഇത് മനസ്സിലാക്കുന്നല്ലോ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു ആണെങ്കിൽ അവന്റെ പ്രായശ്ചിത്തമാണ്, നമ്മുടെ വ്യക്തിപരമായ നീതി പ്രവൃത്തികളല്ല. ഞാൻ കതിരമരത്തെ പോലെ എന്നെ പൊതിഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രായശ്ചിത്ത രക്തം തന്ന ഉയർത്തുന്ന എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കി എന്നിൽ ഉയർത്തുന്നിട്ട് സ്വർഗത്തിൽ ഉയർത്തുന്നതിന് പോയത് കാര്യമല്ല, അത് വാസ്തവം. എന്നിൽ വാഴുന്ന മരണത്തെ നീക്കുവാൻ എന്നിൽ ഉയർത്തുന്നിട്ട് എന്നിൽ എന്നേക്കും വാഴുന്ന അവനാണ് എന്നെ ആദ്യം സ്നേഹിച്ചത്. ഇതായിരിക്കണം ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് നിങ്ങൾ പിടിച്ചാൽ, മുറുകെ പിടിച്ചാൽ, ഷുവർ, ഐ ഗ്യാരണ്ടി യു വിൽ ബി ദേർ ഇൻ ഹെവൻ. ഇപ്പോഴും വരുവാനുള്ള യുഗായുഗങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടി ആയിരിക്കും. അല്ലെങ്കിൽ യു വിൽ ബി ഔട്ട്. ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നിൽ മരണമാണിരുന്നു, ആ മരണത്തെ നീക്കുവാൻ തക്കവണ്ണം ക്രിസ്തു എന്നിൽ ഉയർത്തെന്നു ഇപ്പോഴും എന്നും എന്നേക്കും. ഞാൻ പാപിയായിരുന്ന സമയത്ത് അവനാണ് എന്നെ സ്നേഹിച്ചത്. എന്നിൽ വാഴുന്ന മരണത്തെ അവനാണ് നീക്കിയത്. അവൻ എന്നിൽ ഉയർത്തെന്നു എന്നിൽ നിത്യമായി വാഴുന്നു. എനിക്ക് ആവശ്യമായ ഏത് ആലോചനയും ഏത് കാര്യം ചെയ്തു തരാൻ അവൻ വിശ്വസ്തനും ശക്തനുമാണ്. ഇത് മുറുകെ പിടിക്കുക. എന്നാൽ നിങ്ങൾ ഇന്നും എന്നും ക്രിസ്തുവിനോട് കൂടി ആയിരിക്കും. ഇതാണ് സഭ, ഇതാണ് ദൈവസഭ. നിങ്ങളെന്ന വ്യക്തി ഇത് പണിതെടുക്കുവാനാണ് ഞങ്ങളിങ്ങനെ പല പല മാർഗങ്ങളിൽ കൂടെ നിങ്ങളൊന്ന് പ്രബോധിപ്പിക്കുന്നത്. ഇത് ഭാരമുള്ള കാര്യമല്ല, വളരെ ലളിതമായ കാര്യമാണ്. ഇത്രയും മനസ്സിലാക്കുന്ന വരെ ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആ പാട്ടിൻ്റെ വരികൾ നിങ്ങളുടെ ഹൃദയത്തിൽ തങ്കലിപികൾ കൊണ്ട് എഴുതി വെക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വെക്കുക. ഏത് കാറ്റ് വന്നാലും നോ, എന്നിൽ വാണിരുന്ന മരണത്തെ നീക്കുവാൻ എന്നെ ഉയർത്തെന്നിട്ട് എന്നിൽ എന്നേക്കും വാഴുന്നവൻ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനാണ്. അവനാണ് എന്നെ നടത്തുന്നത്. അവനാണ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്, മറ്റൊരുത്തരുമല്ല. ദൈവ കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ നിത്യമായ ദൈവ സ്വർഗീയ പിതാവേ, ഈ സത്യം കർത്താവ് ശബ്ദം കേൾക്കുന്ന ജനത്തിൽ നീ ഉറപ്പിച്ചു കൊടുത്താട്ടെ. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. നീ ഞങ്ങൾ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ചു, തിരു രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങളെ വാണിരുന്ന മരണത്തെ നീക്കുവാത്ത കൊണ്ട് നീ ഞങ്ങളെ ഉയർത്തുന്നിട്ടു. സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി നീ ഞങ്ങളെ വാഴുന്നു. ഈ വചനത്തെ ഇപ്പോഴും കർത്താവിൻ്റെ യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തിൽ ഉറപ്പിച്ചു കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.